നമസ്കാരം. എൻ്റെ പേര് ലിൻഡ എൽദോസ്. ഞാൻ പാലാ സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ 2ാം വർഷ BEd വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമ്മുടെ ഈ BEd കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 4ാം സെമസ്റ്ററിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ പോക്സോ ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ 18 വയസ്സും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ഈ പോക്സോ ആക്ട് നമ്മുടെ സമൂഹത്തിൽ നിലവിൽ വന്നത് 2012 മുതലാണ്. അപ്പോൾ 2012 മുതലാണ് കുട്ടികൾക്കെതിരെയുള്ള ഒരു അതിക്രമങ്ങൾക്കൊക്കെ എതിരായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ശരിക്കുമുള്ള രീതിയിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ പല ആളുകൾക്കും ഈ പോക്സോ ആക്ടിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇങ്ങനെയൊരു വർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് പോക്സോ ആക്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി തരാനും കൂടുതൽ ചോദിച്ചറിയാനുമായിട്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് സാജു വർഗീസിൻ്റെ വീട്ടിലാണ്. അപ്പം ഇനി നമുക്ക് കൂടുതൽ പോക്സോ ആക്ടിനെ പറ്റി സാറിനോട് ചോദിച്ചറിയാം. സർ, ഞാൻ നേരത്തെ പരിചയപ്പെട്ടതുപോലെ പേര് ലിൻഡാണ്. ഞാൻ BEd കോളേജിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ BEd ചെയ്യാണ്. അപ്പോൾ നമുക്കിപ്പോൾ 4th സെമ്മിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണം. അപ്പം ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ ആക്ടിൻ്റെ ഇതായിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ആണെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി പോക്സോ കേസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഈ ഇടയ്ക്കൊക്കെ ആണെങ്കിലും പെരുമ്പാവൂരും എറണാകുളത്തൊക്കെ ആണെങ്കിലും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ടാണെങ്കിലും കുറേയധികം കേസുകൾ നമ്മൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കേസുകൾ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമൂഹത്തിലുള്ളവർക്കാണെങ്കിൽ ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പോലും ഇതിനെപ്പറ്റി വലിയ അറിവുള്ളതായിട്ട് നമുക്ക് ഭയങ്കര വിരളമായിട്ടായിരിക്കും. ചിലർക്ക് ഇതിനകത്ത് ഭയങ്കര ഗവേഷണം നടത്തി പോകുന്നവരുണ്ടാവാം. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയൊരു നോളജ് ഉണ്ടെന്നോ അല്ലെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ BEd കരിക്കുലത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം എൻ്റെ മനസ്സിൽ മീൻസ് ഇപ്പോൾ പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോക്സോ കേസുകളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സാറിനോട് കുറച്ച് കാര്യങ്ങൾ അറിയാനും ഇനി ഇപ്പോൾ സാറിനാണെങ്കിൽ കുറച്ച് സജഷൻസ് പറയാനുണ്ടാവും. ഇപ്പോൾ ഫ്യൂച്ചർ ജനറേഷൻസിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് അറിയാനുള്ളത്, നമ്മളിപ്പോൾ എന്തിനെ പറ്റി പഠിക്കുമ്പോഴാണെങ്കിലും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അത് എന്താണ് എന്നാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പം സാർ, എന്താണ് ഈ പോക്സോ ആക്ട് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് 2012. 2012 ഈ ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സായത്. നമുക്കറിയാം, കുട്ടി പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ അറിവിൽ ഇപ്പോൾ റീസെന്റ് വളരെയധികം വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. കുട്ടികളെ പലവിധ ലൈംഗിക ചൂഷണങ്ങൾക്കും അതുപോലെ ഹറാസ്മെന്റുകൾക്കും വിനിയോഗിക്കുന്നതായിട്ടും, അതുപോലെ പ്രത്യേകിച്ച് പോണോഗ്രാഫിക് അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജിയുടെ കാലത്ത് അതിനകത്ത് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ സെക്ഷൽ ഹറാസ്മെന്റ് പല സൈഡുകളിൽ നിന്നും, അതായത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, അതുപോലെ അധ്യാപകർ എന്ന് വേണ്ട കുട്ടികളുടെ സംരക്ഷണം നടത്തേണ്ട ആളുകൾ, അതായത് കുട്ടികളെ സംരക്ഷിക്കുന്ന ആളുകൾ തന്നെ പലപ്പോഴും പീഡനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ പീഡകരായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ റീസെന്റ് കണ്ടുവരുന്നത്. പണ്ടും ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതിന് നമ്മൾ പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പറയുന്ന കുറ്റകൃത്യങ്ങളെ തടയുവാനോ അല്ലെങ്കിൽ അതിന് ആവശ്യമായ പണിഷ്മെന്റുകൾ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എന്ന് ഇന്ത്യൻ പാർലമെന്റിന് ബോധ്യപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് 2012 ഈ പറയുന്ന ആക്ട് നിലവിൽ വന്നത്. കുട്ടികളെ ലൈംഗിക
അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണ് മെയിനായിട്ട് ഈ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമ്മൾ പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എതിരായിട്ടുള്ളതാണ്. അപ്പം ഇപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ പല ഏജ് കാറ്റഗറിയിലുള്ളവരുണ്ട്. അപ്പൊ ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കാണ് മെയിൻ ആയിട്ട് ഈ പോക്സോ ആക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്? 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, അതായത് 18 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് വെച്ചത്. 18 വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികളും, അത് ജെൻഡർ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകിച്ച്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യൻ പീനൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരുന്നത് അതിനകത്ത് സെക്ഷൽ ഹറാസ്മെന്റിന് കൂടുതൽ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന 376 എന്നൊക്കെ പറയുന്ന വകുപ്പുകളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് ഈ ജെൻഡർ ന്യൂട്രൽ ആയിരുന്നില്ല അന്ന്. പ്രത്യേകിച്ച് ഫീമെയിൽ ആയിട്ടുള്ള കുട്ടികളോട് വരുന്ന അതിക്രമങ്ങൾ ആണ് ആ ഒരു സെക്ഷൻ ഇതിൽ ആക്ടിൽ പറഞ്ഞിരുന്നുള്ളൂ. എന്നാൽ 377 എന്നൊക്കെ അത് എന്ന് പറയുന്ന ഒരു 1-2 വകുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഇവിടെ പോക്സോ ആക്ടിൽ വന്നപ്പോൾ ജെൻഡർ ന്യൂട്രൽ ആയിട്ട് മാറിയിരുന്നത് എന്നാൽ 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികൾക്കായാലും ഏത് വിധത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളും ഇത് ഈ ആക്ടിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഓക്കെ, 18 വയസ്സിൽ താഴെയുള്ള മുഴുവൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി ഏതൊക്കെ സെക്ഷൻസ്, ഇപ്പം ഓരോ ആക്ടിനും കീഴിലും കുറെ സെക്ഷൻസ് വരുമല്ലോ. അപ്പം ഒബിയസ്ലി പോക്സോ ആക്ടിന്റെ കീഴിലും കുറെ സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ സെക്ഷൻസ് ആണ് ഈ പോക്സോ ആക്ടിന്റെ കീഴിലുള്ളത്? ഇതിന്റെ സെക്ഷൻ 1 എന്ന് പറയുന്നത് ഡെഫിനിഷൻ ക്ലോസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ കുട്ടികൾ എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ടല്ലോ. കുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്, അതുപോലെ ഇത് എന്താ പറയുക, ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഡെഫിനിഷൻസ് ക്ലോസ് ആണ് മാത്രം സെക്ഷൻ 1 വരും. 2 മുതൽ, അതായത് 2 മുതൽ 18 വരെയും 21, 22 ഈ സെക്ഷൻസ് ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട്, അതായത് ഒഫൻസീവ് കുറ്റകൃത്യങ്ങൾക്കെതിരെ ഉള്ള, അതായത് അതിന്റെ ശിക്ഷയും കുറ്റവും അതിന്റെ ശിക്ഷയുമായിട്ട് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും. അതായത് 2 മുതൽ 18 വരെ ഉള്ളതും അതുപോലെ 21, 22 സെക്ഷൻസ്. പിന്നെ അത് കൂടാതെ മറ്റ് കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് മറ്റു സെക്ഷൻസ് പറയുന്നുണ്ട്. പക്ഷെ ഈ പണിഷ്മെന്റ് സെക്ഷൻസ്, അതായത് ഒഫൻസ് അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വകുപ്പുകളിലാണ്. 2 മുതൽ 18 വരെയുള്ളതും അതുപോലെ 21, 22 ഈ പറയുന്ന വകുപ്പുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സർ, ഇപ്പം പോക്സോ ആക്ട് ഇപ്പം ഏത് തരം പോക്സോ കേസുകളാണെങ്കിലും അതിന്റെ തീവ്രത എന്ന് പറയുന്നത് ഓരോ കേസിനും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ്. ഇപ്പം നമ്മളിപ്പോ 6 മാസമായിട്ടുള്ള കുട്ടികൾ ഇത് ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ 1 വയസ്സ് 15 വയസ്സുള്ള പിള്ളേരൊക്കെ ഇത് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അതിന്റെ തീവ്രത എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം അവർക്ക് ആ കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് മാക്സിമം ഏത് ലെവൽ വരെ ആ ശിക്ഷ കൊണ്ട് പോകാം? ഓക്കെ, അതിനകത്ത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നേരെ നടക്കുന്ന ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ, അതികഠിനമായ ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന് മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് ജീവപര്യന്തം 10 വർഷം മിനിമം പണിഷ്മെന്റ്, അത് അപ് ടു ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം വരെ. അത് മാത്രമല്ല, ഇത് ഒരിക്കലും ഒരു ഒഫൻസ് അല്ല, വീണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒഫൻസുകൾക്കെല്ലാം ശിക്ഷിക്കുന്ന ഒരു പ്രത്യേകത ഇതുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന 100 വർഷം 110 വർഷമൊക്കെ ശിക്ഷിച്ചതായിട്ട് പത്രവാർത്തകളിൽ കാണാറുണ്ടായി. അപ്പൊ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് കാരണം ഇതിന് ഈ സബ്സിക്വന്റ് ഒഫൻസുകൾക്ക്, അതായത് ഒരേ ആള് തന്നെ പല പ്രാവശ്യം ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് വരുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത് കൂടി വരും. അത് അഡീഷണൽ ആയിട്ട് ചേർക്കാനുള്ളൊരു ഇത് മറ്റു പിള്ളേർക്ക് സാർ നമ്മൾ കൺകറന്റ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞ സാറിന് കൺകറന്റ് ആയിട്ട് ഒന്നിച്ച് അനുഭവിച്ചാൽ മതി എന്ന് പറയും പല കുറ്റകൃത്യങ്ങളിലാണിത്. പക്ഷെ ഈ ഒഫൻസിൽ ഇതിനകത്ത് പോക്സോ ആക്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ്, അത് കൺകറന്റ് അധികം പറയാറില്ല. വീണ്ടും ചെയ്യുന്ന അല്ലെങ്കിൽ വീണ്ടും ഒഫൻസ് ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ശിക്ഷ എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എന്താ പറയുക
സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു 30 വർഷം ശിക്ഷിച്ചു ഒരാളെ അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വീണ്ടും ജീവപര്യന്തം കൊടുക്കാം. അതല്ല ഇനി 10 years ആണ് നിങ്ങൾ വേണമെങ്കിൽ ഡബിൾ വീണ്ടും 20 വർഷമാക്കാം. അങ്ങനെ പല ഇതിലാണ് അതിന്റെ ഓഫൻസിന്റെ കാഠിന്യം അനുസരിച്ചിട്ട് ശിക്ഷയും കഠിനമായിരിക്കും. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞത് 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ അതികഠിനമായ ലൈംഗിക അതിക്രമം വന്നു കഴിയുമ്പോൾ ഉള്ള ഇംപ്രൂവ്മെന്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ സ്റ്റിൽ 12 to 18 വരെ പിന്നെ 6 വർഷത്തിലെ പിള്ളേരുണ്ടാവും. അപ്പൊ അവരുടെ കേസുകളിൽ ഈ പറയുന്ന അതിനകത്ത് അതിഗുരുതരമായിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളായ, അതായത് അതിഗുരുതരം എന്ന് പറയുന്നതിന്റെ കാരണമുണ്ട്. മുമ്പ് പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നയാള് ഒരു സ്കൂളിലെ അധ്യാപകൻ, അവരുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അധികാരപരിധിയിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അവരത് സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്. അവർ ചെയ്യുന്ന കുറ്റകൃത്യവും ഗൗരവതരമായിട്ട് കാണുന്നത്. അത് ഈ പറയുന്ന 12, 15 ആ ഒരു പ്രായപരിധി വ്യത്യാസമില്ലാതെ തന്നെ അവർക്ക് അതികഠിനമായ ശിക്ഷയ്ക്ക് അർഹരാണ്. അതായത് ടു ലൈഫ്. അതേസമയം ഈ പറയുന്ന ഇത് നോർമൽ ലൈംഗിക അതിക്രമമാണ്, എന്നാൽ അതികഠിനമല്ലാത്ത രീതിയിൽ വരുന്നതാണ് എങ്കിൽ 7 to life വരെ ആവാം. പക്ഷെ അത് 7 years to life ആണ്. മറ്റത് 10 years കുറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം. അതികഠിനത്തിൽ വരുന്നതാണ് ഈ പറയുന്നത് സംരക്ഷകർ വരുന്ന, അതായത് കുട്ടിയെ സംരക്ഷിക്കേണ്ട ആളുകൾ ലൈംഗിക അതിക്രമത്തിന് മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനം എന്നുള്ള ആ ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ടാണ്. ഓക്കെ സർ, ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഏത് കേസ് എടുത്താലും നമ്മൾ ജാമ്യം കൊടുക്കുന്ന പ്രയോറിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രിവിലേജ് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പം പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടികളെയാണ് നമ്മൾ അതിക്രമത്തിന് ഇരയാക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളൊരു സാധാരണ മനുഷ്യനായിട്ട് ചിന്തിക്കുമ്പോൾ അയാളെ തൂക്കിക്കൊല്ലാനുള്ള ഒരു വ്യഗ്രത നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ജാമ്യം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർക്കും ഉണ്ട്. ഇല്ല, ജാമ്യം കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഈ പറയുന്ന പോക്സോ ആക്ടിലെ മുഴുവൻ ഒഫൻസുകളും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതിനകത്ത് ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടാനുള്ള ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിപ്പോർട്ടിങ്ങിൽ, അതായത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ റിപ്പോർട്ട് ചെയ്യാതെ പോയാൽ അതിന്റെ പണിഷ്മെന്റ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മാത്രം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ അതിനകത്ത് ഒഫൻസിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് ജാമ്യമേ ഇല്ല ഒരു കേസിലും. ഈ പറയുന്ന പോക്സോ ആക്ടിലെ ഒരു എന്താ പറയുക, ഒരു സെക്ഷൻസിലും കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള എക്സെപ്ഷൻ, കുറ്റകൃത്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട, പോലീസിൽ അറിയിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൺസേൺ അതോറിറ്റി അറിയിക്കേണ്ട ബാധ്യതയുള്ള ആളുകളുണ്ട്. അത് അറിയിക്കാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പൊ അവർക്ക് ജാമ്യം അനുവദിക്കാറുണ്ട് സാറിന്. മറ്റ് സെക്ഷൻസ്, അതായത് ഒഫൻസീവ് ആയിട്ട് പറയുന്നത് വളരെ ഗുരുതരമായ ലൈംഗികാതിക്രമങ്ങൾ, പിന്നെ ലൈംഗിക ആക്രമണം എന്നുള്ളത് കുട്ടികളുടെ ദേഹത്ത് അവരാഘോഷം പോയില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സെക്ഷൻസുകളിലൊന്നും ഈ പറയുന്ന ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു സെക്ഷൻസിനും ജാമ്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ജാമ്യം കൊടുക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം കിട്ടാറുണ്ട്. കോടതിയിലെ എല്ലാ കേസിലും ജാമ്യം കൊടുക്കാറ്, എല്ലാ കേസിലും അല്ലെങ്കിലും ഒരു 90% കേസുകളിലും ജാമ്യം കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം ഇല്ലാത്ത കേസാണ്. പക്ഷെ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് കേസിന്റെ മറ്റു മെറിറ്റുകളിലേക്കൊക്കെ നോക്കിയിട്ടും അതുപോലെ കടന്ന കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് കോടതി പിന്നീട് 10, 50, 60 ദിവസം കഴിയുമ്പോൾ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് സാറിന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കോടതി ജാമ്യത്തിൽ ഇടാവുന്ന വകുപ്പുകളുണ്ട്. ചെറിയ ഒഫൻസുകൾ, നമ്മൾ IPC ഒഫൻസുകൾ പലതും എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ അതിന് ജാമ്യം കൊടുക്കേണ്ട വകുപ്പുകളാണെങ്കിൽ ജാമ്യം കൊടുത്തേ പറ്റുള്ളൂ. അത് 2 ജാമ്യക്കാരുടെ പുറത്തുനിന്നോ അല്ലെങ്കിൽ കോടതി ഉചിതമായ രീതിയിൽ ജാമ്യത്തിൽ വിടാം. പക്ഷെ ഈ കേസിൽ ഇതിൽ ജാമ്യം പറയുന്നില്ല, ജാമ്യം അനുവദിക്കാനേ പാടില്ല കോടതി. ഇപ്പൊ റിമാൻഡ് ചെയ്തിരിക്കും. 99% കേസുകളിലും ജാമ്യം റിമാൻഡ് ചെയ്തിരിക്കും. പിന്നീട് ജാമ്യാപേക്ഷ പരിഗണിച്ച് മറ്റു പല ഘടകങ്ങളും പരിഗണിച്ചതിന് ശേഷമാണ് ജാമ്യം കൊടുക്കും. 10, 50, 100 ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാമ്യത്തിൽ പോകാറുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കുട്ടികളുടെ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി പെൺകുട്ടികളുടെ ഒരിതിലേക്കാണ് നമ്മൾ പോവാറ്. ഇപ്പൊ നമ്മള് പത്രവാർത്തകൾ എടുത്താൽ പോലും
ഇപ്പൊ ഈ ഇടയ്ക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു കരാട്ടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ 17 വയസ്സുള്ള കുട്ടീനെ കൊന്നു എന്നുള്ള രീതിയിൽ ന്യൂസസ് ഒക്കെ വന്നു. പക്ഷെ എല്ലാം പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ സാറിന്റെ ഒരു അറിവില് ഇപ്പം ആൺകുട്ടികൾക്ക് ഇങ്ങനെ നേരിട്ടതായിട്ട് അറിവോ അല്ലെങ്കിൽ മീൻസ് ഇപ്പൊ സാറിന്റെ കോടതികളിലൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾവിയുണ്ടോ? ധാരാളം കേസുകളുണ്ട്. ധാരാളം ഇപ്പൊ പ്രത്യേകിച്ച് പല ആളുകളുടെയും എന്താ പറയാ ആറ്റിറ്റ്യൂഡിന്റെ വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം. ചില ആളുകൾക്ക് എന്താ പറയാ സ്ത്രീകളെ വളരെ കൂടുതൽ താല്പര്യമായിട്ട് ആണുങ്ങളോട് അത് സെയിം സെക്ഷനോട് തന്നെ ഇത് ചെയ്യുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും എനിക്കറിയില്ല. ഇങ്ങനെ പല പ്രത്യേകിച്ച് ആൺകുട്ടികളോട് അതിക്രമം കാണിക്കുന്ന ധാരാളം കേസുകൾ കോടതി മുമ്പാകെ വരുന്നുണ്ട്. അപ്പൊ അത് അതായത് ഈ ആക്ട് അനുസരിച്ചിട്ട് അതും സെയിം കൺസിഡറേഷൻ ആയതുകൊണ്ട് അത് ശരിക്കും പണിഷ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാം ഫോക്കസിങ് മൊത്തം ഗേൾസിനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിന്റെ ഒരു അധപതനം തന്നെയായിരിക്കും അത്. കാരണം ഗേൾസിന്റെ ന്യൂസ് കൊടുത്താൽ ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തുമല്ലോ എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ഒരു ബോയ് ആണെങ്കിൽ അത് ബോയ് ആണല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതുകൊണ്ടായിരിക്കാം. പിന്നെ അതിക്രമങ്ങളെ പറഞ്ഞ മാതിരി മുമ്പ് പറഞ്ഞ മാതിരി തന്നെ കൂടുതലായിട്ടുണ്ടാവുന്നത് പെൺകുട്ടികൾക്ക് ആയിരിക്കണം. കാരണം സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ. ഇനിയിപ്പം നമുക്കറിയാം ഇപ്പൊ അതിക്രമങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇപ്പൊ ചിലപ്പോ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ ഇതിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നായിരിക്കാം. അപ്പം ഒരു കുറ്റകൃത്യം നമ്മൾ അറിഞ്ഞു ഇപ്പം സപ്പോസ് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ അത് പറയാതിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കുറ്റമാണ്. തീർച്ചയായും പോക്സോ ആക്ടിൽ വരുന്ന, അതായത് പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ എല്ലാ അതിക്രമങ്ങളിൽ അത് റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിട്ടും അറിയുന്നില്ല അല്ലെങ്കിൽ അത് അറിയിക്കേണ്ട അതോറിറ്റിയെ അറിയിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഒരു വലിയ ഗുരുതരമായ കുറ്റം തന്നെയായിട്ടാണ് കാണുന്നത്. അത് സാധാരണ രീതിയിൽ 6 മാസം വരെ തടവിന് ശിക്ഷിക്കാവുന്ന ഒരു വകുപ്പാണ്. അപ്പം ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഇപ്പൊ എന്റെ കീഴിൽ ഞാൻ മേധാവിയായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ എന്റെ കീഴ് ജീവനക്കാരനോ അല്ലെങ്കിൽ എന്റെ പണിക്കാരനോ ആയ ഒരാള് ചെയ്യുന്ന കുറ്റകൃത്യം ഞാനത് പറയുന്ന സമയത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് 1 year വരെ ഇംപ്രസ്മെന്റിന് അർഹമായിട്ടുള്ള കുറ്റകൃത്യമായി മാറും. നോർമൽ കോഴ്സിൽ ഇപ്പൊ ഞാൻ കുട്ടിയെ ചോദിച്ചതുപോലെ തന്നെ ഞാൻ അറിയിക്കേണ്ട ഞാൻ അറിഞ്ഞു ആ സംഭവത്തെ കുറിച്ച് എനിക്കറിയാം, ഞാനത് പോലീസിനെ അറിയിക്കുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കൺസേൺ അതോറിറ്റി അറിയിക്കുന്നില്ല എങ്കിൽ അത് ഇമ്മീഡിയറ്റ് അല്ലാത്തൊരു ആള് അല്ലെങ്കിൽ എന്താ പറയാ എന്റെ കീഴിലോ അല്ലാത്ത ഒരാളാണെങ്കിൽ എന്നുള്ള നിലയിലാണെങ്കിൽ 6 മാസം വരെ. അതേസമയം എന്റെ കീഴിൽ, അതായത് എന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നിട്ട് ഞാൻ അത് അറിയിക്കുന്നില്ല എങ്കിൽ അത് 1 വർഷം വരെ ഇംപ്രസ്മെന്റിന് കാരണമായി തീരാവുന്ന കുറ്റകൃത്യമാണ്. പിന്നെ ഇപ്പം സാർ ഇപ്പം കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ പോക്സോ ആക്ടിനെ പറ്റി പറഞ്ഞു, ഇതിൽ വരുന്ന ശിക്ഷകളെ പറ്റി പറഞ്ഞു, ഇപ്പൊ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഒബ്വിയസ്ലി സാറിനെ പോലുള്ളവർക്ക് ഇപ്പം എല്ലാ മാതാപിതാക്കളാണെങ്കിലും ഒരു തങ്ങളുടെ പിള്ളേരെ ഒരു സംരക്ഷണ വലയത്തിൽ നിർത്തണമെന്ന് ചിന്തയുള്ളവര്. അപ്പം ഇന്നത്തെ ആ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും വേണ്ടിയിട്ട് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും മീൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവയർനെസ് ആണ് ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് കുട്ടികളെ നമ്മൾ ബോധവൽക്കരിക്കുക, ഒപ്പം അവരുടെ രക്ഷിതാക്കളും. അതേപോലെ നമുക്കറിയാം ഈ പറയുന്നത് നമ്മൾ പലരും മുമ്പേ പറഞ്ഞ തന്നെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് കരുതുന്ന ആളുകളായാണ് ഇതിനകത്ത് പലപ്പോഴും ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കുചേരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അധികമായിട്ടൊരു ഫ്രീഡം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നീട് മാത്രമല്ല കുട്ടികൾ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക. നമുക്ക് തീരെ കുഞ്ഞുകുട്ടികൾ അല്ലെങ്കിൽ പറഞ്ഞല്ലോ 18 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതിനകത്ത് തിരിച്ചറിവായിട്ടുള്ള കുട്ടികളെ നമ്മളതിന് വേണ്ട വിധത്തിൽ ബോധവൽക്കരിക്കുക. പല കാര്യങ്ങളും പറയാറുള്ളത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്കൊരു ബോധവൽക്കരണം കിട്ടുകയും അവരുടെ അറിവുണ്ടെങ്കിൽ അവര് ഒന്നെങ്കിൽ നോ എന്ന് പറയും, അതല്ല എങ്കിൽ അത് വേണ്ടപ്പെട്ടവരോട് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ട അവയർനെസ് കുട്ടികൾക്കും ഒപ്പം അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ട അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ ടൈം. നേരം നമുക്ക് വേണ്ടിയിട്ട് പോക്സോ ആക്ടിനെ പറ്റി പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദി പറഞ്ഞുള്ളതാണ്. ഇനി യുവജനങ്ങളായ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൺമുന്നിലൊക്കെ തന്നെയാണെങ്കിലും കുറേ അധികം അതിക്രമങ്ങൾ കുട്ടികൾക്കെതിരെയൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മൾ യുവജനങ്ങളാണ്. അപ്പം നമ്മൾ യുവജനങ്ങൾ ഉണർന്നു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് എതിരെയുള്ള അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള എല്ലാ വിധത്തിലുള്ള അതിക്രമങ്ങളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഉണരുക, നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറയിലുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുക. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.